നോർത്ത് പറവൂർ സമൂഹം ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിക്കുകയുണ്ടായി. സ്കൂൾ മാനേജർ കെ ഗണേശൻ പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ ആനിവേഴ്സറി ഡേ. ഇത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പരീക്ഷയുടെ കടക്കായിരിക്കും. യുവജനോത്സവം മത്സരവേദിയാണെങ്കിൽ ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഈ അധ്യയനം കിട്ടുന്ന അവസാനത്തെ അവസരമാണ്. സ്കൂൾ ആനിവേഴ്സറി ഡേ എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂളിൽ എസ്പെഷ്യലി ഇക്കൊല്ലം ഈ സ്കൂൾ വിട്ടുപോകുന്ന 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ഏറ്റവും അവസാനം കിട്ടുന്ന ഒരു അവസരമാണ്. ഒരുപാട് പ്രോഗ്രാമുണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു ലിസ്റ്റിൽ. വളരെ സന്തോഷമുണ്ട് ഇത്രയും കുട്ടികൾ നമ്മളുടെ ഈ ആനിവേഴ്സറി പ്രോഗ്രാമിൽ അവരുടെ കലാ പ്രകടനം നടത്തുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അമല ചൈതന്യമേ ആനന്ദമേ അഖിലവുമായി തിളങ്ങുപോലെ അമല ചൈതന്യമേ ആനന്ദമേ. തുടർന്ന് നടന്ന സമ്മേളനം നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും ഈ വർഷക്കാലം നിരവധി പ്രതിഭകളെ സമൂഹത്തിന് കാഴ്ചവെച്ച ഒരു സ്കൂൾ തന്നെയാണ് സമൂഹ സ്കൂൾ. ഇപ്പോൾ ഇവിടെ ഞാൻ സ്കൂൾ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ പഴയ കാലങ്ങളിൽ നിന്ന് കുട്ടികളുടെ സ്ട്രെങ്ത് കുറച്ച് കുറവുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പക്ഷെ അത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പഴയ കാലങ്ങളിലേക്ക് ആ പ്രതാപത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി രക്ഷാകർത്താക്കളോടൊപ്പം നിന്നുകൊണ്ട് അധ്യാപകരും അവരെ നമ്മുടെ സ്കൂളിനെ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുന്നതിൽ എല്ലാവരെയും ഞാൻ ഈ സ്കൂളിലെ PTA അംഗങ്ങൾ അതേപോലെ തന്നെ സ്കൂളിന്റെ മാനേജർ ഉൾപ്പെടെയുള്ള അധ്യാപകർ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. PTA പ്രസിഡന്റ് H. ഹരിപ്രിയ അധ്യക്ഷയായി. നമ്മുടെ ജീവിതകാലത്തിൽ പല കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില ഓർമ്മകൾ നമ്മുടെ കലാലയ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി സന്തോഷങ്ങൾ തരുന്നതാണ്. നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റേജിൽ കയറാൻ സാധിക്കുക, അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒത്തിരി കുഞ്ഞു കുട്ടികളിരിപ്പുണ്ട്. അവർക്കെല്ലാം ഒരു മത്സര ചിന്താഗതിയും ഇല്ലാണ്ട് ഇന്നത്തെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നണി ഗായകൻ വിജേഷ് ഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. മഹാഗുരുവായിട്ട് കാണുന്ന യേശുദാസ് സാറിനെ കച്ചേരി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇവിടെ സമൂഹത്തിലാണ്. എനിക്ക് തോന്നുന്നു പറവൂർ സംഗീത സഭ നടത്തിയ കച്ചേരിയാണെന്ന് തോന്നുന്നു. അന്നാണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇവിടെ വന്നത്. പിന്നെ അതല്ലാതെ യൂത്ത് ഫെസ്റ്റിവലിൽ ഇവിടുത്തെ താരമായിരുന്നു വിനോദേട്ടൻ എൻ്റെ സീനിയറായി 2-3 വർഷം സീനിയറായിട്ട് പഠിച്ച ആളാണ്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഒരുമിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ അനുമോദനമൊക്കെ ഒരുമിച്ചാണ് വാങ്ങിക്കാറുള്ളത്. ഞാനന്ന് 8th, വിനോദേട്ടൻ 10th പഠിക്കുന്നത്.
അപ്പോൾ ഞാനൊന്ന് വയലിനുണ്ടായിരുന്നു, കഥകളി സംഗീതം ഇതൊക്കെയായിരുന്നു. കർണാട്ടിക് മ്യൂസിക്കിനൊക്കെ സ്റ്റേറ്റിൽ എത്തില്ല, അതിന് മുമ്പ് സെക്കൻഡൊക്കെ ആയിരുന്നു ജില്ലയിൽ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് TV നിതിൻ സംസാരിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്കൂൾ ഒരു 2 വർഷത്തിലുണ്ടായ വലിയ മാറ്റമുണ്ട് സ്കൂളിന്. ഈ നോട്ടീസ് തന്നെയുണ്ട്. ബാസ്കറ്റ്ബോളിൻ്റെ ഒരു കോട്ട പുറത്ത് കാണാം, സ്കേറ്റിങ്ങിൻ്റെ ഉണ്ട്. ഞാനിവിടെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമാകാൻ വേണ്ടി വന്നപ്പോൾ മനോഹരമായിട്ടുള്ള മാനേജ്മെന്റ് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ക്രിക്കറ്റ് ടൂർണമെന്റ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കുന്നു. നല്ല ഫുട്ബോൾ കോർട്ട് ഇവിടെയുണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് ധാരാളം ഫെസിലിറ്റീസ്, ഇപ്പോൾ യോഗ സെന്റർ നടക്കുന്നു, ലാബുകൾ ഇവിടെ മെച്ചപ്പെട്ടു നല്ലവണ്ണം, സ്പോർട്സിന് നല്ല പ്രാമുഖ്യം കൊടുക്കുന്നു. ശാസ്ത്രമേള ഇവിടെ ഉപജില്ലാ ശാസ്ത്രമേള സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെല്ലാം നമ്മളിവിടെ വന്നിരുന്നു. അപ്പോൾ ഒരു സ്കൂൾ എങ്ങനെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ ഷേപ്പ് ചെയ്യാം, എങ്ങനെ തയ്യാറെടുത്ത് നിൽക്കണം, സ്കൂൾ എങ്ങനെ പുതിയ ജനറേഷൻ ആകർഷിക്കണം എന്നുള്ളതിന്റെ ഒന്നാം തരം ഉദാഹരണമായിട്ട് പതുക്കെ ഇത് മാറുന്നുണ്ട്. പ്രധാന അധ്യാപിക രമ ഗോപിനാഥ് റിപ്പോർട്ട് സമർപ്പിച്ചു. നാഷണൽ സ്കൂൾ ഗെയിംസിലും നാഷണൽ ജൂനിയർ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ച് സമൂഹം ഹൈസ്കൂളിൻ്റെ അഭിമാനമായി മാറിയ അദിത് കൃഷ്ണയ്ക്ക് പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. സിനിമാ താരം വിനോദ് കെടാമംഗലം ഇവിടുത്തെ ഓരോ വേദികളിലെ കലോത്സവങ്ങളും ഓരോ ആനിവേഴ്സറികളിലും യുവോത്സവം തന്നെയാണ് ഞാനെന്ന കലാകാരനെ പരിചയപ്പെടുത്തിയത്. അതിൻ്റെ പിന്നിൽ അന്നത്തെ എൻ്റെ പ്രിയപ്പെട്ട നിരവധി അധ്യാപകരുണ്ട്, എൻ്റെ നിരവധി സുഹൃത്തുക്കളുണ്ട്. ആ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, പ്രത്യേകിച്ച് കൊച്ചുമുമ്പൂരി സാർ ഇപ്പോൾ മുൻപിലുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ എസ്കോർട്ടിംഗ് ടീച്ചറായിട്ട് വന്നിട്ടുള്ളത്. ആ വർഷമാണ് എനിക്ക് കഥാപ്രസംഗത്തിനും മിമിക്രിക്കും ഫസ്റ്റ് A ഗ്രേഡ് നേടാൻ കഴിഞ്ഞത്. മാതൃസംഗമം കൺവീനർ ടെൻസി ഹാരിസ് വിദ്യാലയം പാഠ്യേതര രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളതാണ്. സ്റ്റാഫ് സെക്രട്ടറി M ഹേമലത ഏതൊരു വിദ്യാലയത്തിന്റെയും പ്രവർത്തന മികവിന് താങ്ങും തണലുമായി നിൽക്കുന്ന ഒന്നാണ് സ്കൂൾ PTA. സ്കൂൾ ലീഡർ TA ശ്രീലക്ഷ്മി രക്ഷകർതൃ ദിനവും ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ് എന്നിവർ സംസാരിച്ചു. ദേശീയ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ആദിത് കൃഷ്ണ, സംസ്ഥാന നീന്തൽ മത്സരത്തിൽ വിജയിച്ച CK അവന്തിക, സംസ്ഥാന ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്ത PJ വിഘ്നേഷ് എന്നിവരെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. കരാട്ടെ ട്രെയിനി വിജയകുമാർ, യോഗ ട്രെയിനി കാർമൻ എന്നിവരെ പൊന്നാട എണിച്ച് ആദരിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് എൻഡോമെന്റും സമ്മാനങ്ങൾ നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയുണ്ടായി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.